പുതിയ രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ട് ഞെട്ടിയോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇപ്പം എന്താ ഒരു പുതിയൊരു രൂപം എന്നുള്ളതല്ലേ? അതെ, നമ്മൾ മൊത്തത്തിലൊരു രൂപമാറ്റമൊക്കെ സംഭവിച്ചു. മാത്രമല്ല ഈ ഒരു വീഡിയോൻ്റെ ഇൻട്രോ ഏറ്റവും ലാസ്റ്റാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. കാരണം കുറേ ദിവസങ്ങളായിട്ടുള്ള സംഭവങ്ങളും കഥകളും ഒക്കെ പറഞ്ഞുള്ളൊരു വീഡിയോ ആണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഇൻട്രോ എടുക്കാൻ മറന്നു. അപ്പോൾ ഇൻട്രോ മറന്നതല്ല കേട്ടോ, നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മൊത്തത്തിൽ മാറിയതും എന്താണ് ഇതേ പോണു ഞാൻ അപ്പം ഞാൻ മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ ചേഞ്ചിനുള്ളൊരു കാരണം എന്താണ്, സ്റ്റോറി എന്താണ്, കാരണങ്ങളൊക്കെ നമ്മുടെ റിവൈൻഡിൽ ഇങ്ങനെ നമ്മൾ കഥകളായിട്ട് പറയുന്നതായിരിക്കും. അപ്പം മുന്നത്തേക്ക് നമുക്കിങ്ങനെ ഈ വ്ളോഗിലൂടെ നമ്മളിങ്ങനെ എങ്ങനെ എത്തി എന്നുള്ളതൊക്കെ പറയുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പറയാനുള്ളത് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹാപ്പി ന്യൂസാണ്. നമ്മളൊരു ട്രിപ്പിന് പോവുകയാണ്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ചെറിയ ചേഞ്ച്, കുറേ കാലത്തിന് ശേഷം ഒരു മാറ്റം, എനിക്ക് എന്നെ തന്നെ ഒരു മാറ്റം ആവശ്യമാണെന്ന് തോന്നി. അതിനുവേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റം മൊത്തമായിട്ട് മുഖമൊന്നും മാറ്റാൻ പറ്റില്ല. സോ ഞാൻ ചെയ്ത ഒരേ ഒരു കാര്യം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ആ ട്രിപ്പും കാര്യങ്ങളും എന്താണെന്നൊക്കെ നമ്മൾ വഴിയുള്ള എക്സൈറ്റിങ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടാം. അതാണ് ഒരു ഹാപ്പി ന്യൂസ് കേട്ടോ, നമ്മുടെ ട്രിപ്പ് പോകുന്നതിൻ്റെ ഭാഗവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളത്. അതല്ലാതെ ചെറിയൊരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് ചെറിയൊരു ഒരു ഇൻഫോർമേഷനും കൂടെ തരാമെന്ന് വിചാരിച്ചു. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബാക്ക് പോവാം. നമ്മുടെ ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ ഇത്രയും ദിവസം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. വേറെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഒരു 10 ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും ഷോപ്പ് വിത്ത് സ്വപ്ന എന്നാണ് കേട്ടോ ആ ഒരു ചാനലിൻ്റെ പേര്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം, കാരണം നമ്മളിതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളാണല്ലോ നമുക്ക് ആകെ സപ്പോർട്ട് എന്ന് പറയേണ്ടത് ഉള്ളതല്ലേ. അപ്പോൾ അതൊരു പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ചാനലാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രോഡക്റ്റുകൾ മാത്രം പരിചയപ്പെടുത്തുന്ന, എന്താ പറയുക, നമ്മുടെ കയ്യിൽ കുറേ പ്രോഡക്റ്റും കുറേ സാധനങ്ങളും കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെറുതെ പരിചയപ്പെടുത്തുന്ന മാത്രമല്ല, നമ്മുടെ ജീവിതവുമായ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്നുമില്ല, പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നു. സോ ആ പ്രോഡക്റ്റ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളാണ് കേട്ടോ ചെയ്യുന്നത്, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, സെയിം നെയിമാണ് ഷോപ്പ് വിത്ത് സ്വപ്ന. അതിൻ്റെ യൂട്യൂബും ഉണ്ട്. അപ്പോൾ രണ്ടും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇപ്പം തന്നെ പോയിട്ട് എല്ലാ വീഡിയോസും കണ്ടോളൂ. അതാണ് അടുത്ത ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ട്രിപ്പിന് പോവുകയാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ടാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ കൊടുക്കുന്നത്. ആ പോവാനുള്ള ഇനി പാക്കിങ്ങും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസം നമ്മുടെ ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുണ്ട് എൻ്റെ പുതിയ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കറിയാം കുറേ പേര് പറയും കിളിയാണ് ഇഷ്ടം, എനിക്കും അതൊക്കെ തന്നെയാണ് ഇഷ്ടം. പക്ഷേ എനിക്കൊരു മാറ്റം വേണം. അപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷത്തിന് എനിക്ക് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. സോ നമുക്ക് പോവാല്ലേ, ഒന്ന് ബാക്ക് അടിച്ച് വരാം. അപ്പോൾ ഇതേ ഒരു 2-3 ദിവസം നമ്മളൊന്ന് പിറകിലേക്ക് വന്നു കേട്ടോ. ഇന്നാണ് ആ ദിവസം നടന്നത്. വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ മുടി ഒന്ന് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കേളി ഹെയർ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കേളി മെത്തേഡ് ചെയ്തതിൻ്റെ ശേഷം എനിക്കത് ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിക്കണം എന്ന് തോന്നി. സാധാരണ എല്ലാവരും ഹെയർ കട്ടിലാണ് പിടിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു കേളി ഹെയർ ആൻഡ് ഫ്രിസി ഹെയറിൽ ഇപ്പോൾ ഏത് സലൂണിൽ പോയാലും അവർ ആദ്യം പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ട്രിം ചെയ്ത് തരാം, അത്രേ പറ്റുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റൈലിംഗ് ചെയ്ത് 4-5 മണിക്കൂറിനുള്ള പഴയ രൂപമാവുന്നുള്ളത്. അത് ഞാൻ എപ്പോഴും കേട്ട് മടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു നാനോപ്ലാസ്റ്റ് ചെയ്യാം, അതേ നടക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതൊരു 1 hour 10 minutes എടുക്കുമെന്ന് പറഞ്ഞ കാരണം അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മുടെ വാക്സിംഗ് ഒക്കെ ചെയ്യാമെന്നുള്ളത്. അപ്പം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി വാക്സിങ് ചെയ്തു. ഹാൻഡ്സ് ഹാഫ് ലെഗ്സ്, ഞാൻ എപ്പോഴും ഹാഫ് ലെഗ്സ് ആയിട്ട് ചെയ്യാറുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും വളരെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടാറില്ല. ഇപ്പം നീ ലെങ്ത് വരെയല്ലേ ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യും. പിന്നെ അണ്ടർആംസ് ഞാൻ എപ്പോഴും ഇവിടുന്ന് ചെയ്യുക. ഷേവ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അണ്ടർആംസിന് ഒരു ഡാർക്ക് കളർ ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്തു. പിന്നെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ടാണ് ചെയ്തത്, കാരണം ഇതിങ്ങനെ ആക്കാൻ പാടില്ല. ഇനി ഒരു 1/2 മണിക്കൂറും കൂടെ ഉണ്ട്. ഇവിടെ കോഫിയും സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഒരു 1/2 മണിക്കൂർ 40 മിനിറ്റും കൂടെ ഉണ്ട്, 40 minutes എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. അപ്പം ഞാനൊരു പെഡിക്യൂർ ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. നോക്കട്ടെ. അങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാനിതേ ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഫിയൊക്കെ അപ്പോഴേക്കും വന്നു. വേറെ എന്തെങ്കിലുമൊക്കെ വേണോ എന്ന് ചോദിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പെഡിക്യൂറും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾ അതൊക്കെ ഓരോന്നും ബുക്ക് ചെയ്യണം. അവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടില്ല. ഇന്ന് ഞാൻ വെറും ഇതിന് മാത്രമായിരുന്നു ബുക്ക് ചെയ്തത്, അതുകൊണ്ട് അത് പറ്റിയില്ല.
അപ്പോൾ ഇവിടെ അറഞ്ചം പുറഞ്ചം എന്നെ എല്ലാവരും ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് നാനോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്, ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ്. അത് ഒരു നാച്ചുറൽ ലുക്കായിരിക്കും തരിക. ഹെയർ സ്ട്രെയിറ്റൻ ചെയ്ത പോലെയല്ല, ഹെയറിന് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലും ഒരു നാച്ചുറൽ ലുക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ ചെയ്യാം എന്നുള്ളത്. ഒരു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇന്ന് 3rd ഡേ ആണ്. ഇന്നാണ് നമ്മൾ കളറിങ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ വാഷ് ചെയ്തപ്പോൾ തന്നെ കുറേയൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു നാച്ചുറൽ ലുക്കായി, ഒരു വേവിയൊക്കെ താഴെ വന്നു. അപ്പോൾ കൂടുതൽ ഷൈനിങ്ങുമായി, പക്ഷെ നല്ല എന്താ പറയുക, നല്ല സ്മൂത്താണ്. ഒരു സ്ട്രെയിറ്റൻ ചെയ്ത പോലെ ചൂല് പോലെ അല്ല കേട്ടോ നിൽക്കുക. അപ്പോൾ ഇന്ന് കളറിങ്ങിന് പോവുകയാണ്. നോക്കട്ടെ, അതങ്ങനെ ഭയങ്കര ഹൈലൈറ്റ് അങ്ങനത്തെ കളേഴ്സൊന്നും പറ്റില്ല, കാരണം നമ്മുടെ ഹെയർ കേട് വരും എന്നാണ് അവർ പറഞ്ഞത്. നോ ബ്ലീച്ച്, നോ അമോണിയ. ഹൈലൈറ്റ്സ് ചെയ്യണമെങ്കിൽ നാനോപ്ലാസ്റ്റ് ഇത് 2 മാസം കഴിഞ്ഞിട്ട് ചെയ്യണത് അവർ റെക്കമെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തതിന് കാര്യം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാരണം മെയിൻ ഫ്രിസിനെസ്സിനുള്ള ട്രീറ്റ്മെൻ്റ് ആണല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈറ്റ്, അന്ന് ഞാൻ കശ്മീരൊക്കെ പോകുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുപോലത്തെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് നമ്മൾ ചെയ്യണത്. ഹൈലൈറ്റ് ആണെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവർ അങ്ങനെ കാര്യമായിട്ട് പറയുമ്പോൾ പിന്നെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുടിയല്ലേ. അങ്ങനെ ഫൈനലി കളറിംഗ് ഡേ നമ്മൾ കാശ്മീർ പോകുന്ന സമയത്ത് കളർ ചെയ്തതാണ്. ഒരു 3-4 വർഷമായിട്ടോ ഞാൻ ഇങ്ങനത്തെ എല്ലാ പരിപാടിയും, സത്യം പറയാം നമസ്തേ സലൂണിൽ തന്നെ വന്നിട്ട് ഞാൻ വളരെ അപൂർവമായിട്ട്, അന്ന് ഗീതും ജയനൊക്കെ വന്ന സമയത്തെങ്ങാനും എനിക്ക് തോന്നുന്നു നെയിൽ എക്സ്റ്റൻഷൻ്റെ സമയത്തൊക്കെ വന്നതാണ്. ഞാൻ അങ്ങനെ പൊതുവേ ഈ വക സംഭവങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ വരാറില്ല, പക്ഷേ എനിക്ക് എന്തോ ഇപ്രാവശ്യം അങ്ങനെ തോന്നി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഒരു 3-4 വർഷമായില്ലേ വല്ലതൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റി പിടിക്കാമെന്ന്. ഈ കളേഴ്സൊക്കെ എന്ത് രസമല്ലേ, പക്ഷേ ഞാൻ ചെയ്തില്ല. എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു, അവരെൻ്റെ അടുത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിളിച്ചു വേണ്ട, എനിക്ക് ഹൈലൈറ്റ് പോലെ മതി, ഭയങ്കര ഇതുള്ളത് 2-3 മാസം കഴിഞ്ഞിട്ട് ചെയ്യാം. ഇതൊരു സട്ടിൽ കളറിൽ വരുന്ന സംഭവങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വളരെ ഒരു അങ്ങനത്തെ ഒരു ടോണാണ് കേട്ടോ ഇങ്ങനത്തെ. ഇത് മാർട്ടിനാണ് എൻ്റെ നാനോപ്ലാസ്റ്റും സംഭവങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും 2-3 വാഷ് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല അടിപൊളിയാവും എന്നാണ് പറഞ്ഞത്. ഇത് നാച്ചുറൽ ലുക്കും കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ കണ്ണാടി ഇടയ്ക്കിടയ്ക്ക് നോക്കുക എന്നുള്ള ഒരു സന്തോഷമല്ലേ അല്ലേ. അങ്ങനെ കളറിങ് ചെയ്തതേ ഞാൻ ഇറങ്ങി. ഒരു ചോക്ലേറ്റ് ബ്രൗൺ ആണ് കണ്ടോ, ആ ഒരു ലൈറ്റിലും സൂര്യൻ്റെ വെളിച്ചത്തിലും മാത്രം ചെറിയൊരു റിഫ്ലക്ഷൻ തരുന്നത്. ഈ ഒരു രീതിയിലുള്ളതാണ് ചെയ്തത്. ഇനി 2 months കഴിഞ്ഞ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ വലിയ ഭയങ്കര കളർ ഉണ്ടല്ലോ, ഹൈലൈറ്റിങ് കളേഴ്സ്, അതിപ്പോൾ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ ഒരു റെഡ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഒരു കുട്ടി ചെയ്ത് കണ്ടു, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് എന്നോട് ചെയ്തോളാൻ പറഞ്ഞു, പക്ഷെ പിന്നെ എനിക്കതൊരു ഭയങ്കര എന്താ പറയുക, നമുക്ക് എപ്പോഴും ഈ റെഡ് ഇട്ട് ഇവിടെ മാത്രമല്ല, നമുക്ക് നാട്ടിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒക്കേഷൻസ് വേറെ ഒക്കെ വരുമ്പോഴും അതൊട്ടും സ്യൂട്ടാവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത്, നല്ല ഭംഗിയുണ്ടാവും ആ റെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എന്താ വെച്ചാൽ ആ റെഡിൻ്റെ മുകളിൽ പിന്നെ ഹൈലൈറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ റെഡ് പെട്ടെന്ന് ഫെയ്ഡാവും, അല്ലെങ്കിൽ അത് നിലനിൽക്കാൻ പിന്നെയും കുറേ ഷാമ്പൂ ഒക്കെ വേണം. പിന്നെ അതിൻ്റെ മേലെ വേറെ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ, ഇതാകുമ്പോൾ ഒരു ബ്രൗൺ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ബ്രൗണിൽ ഒരു ചോക്ലേറ്റ് ഒരു ഷെയ്ഡ് അടിക്കും എന്ന് മാത്രം. പക്ഷെ പെട്ടെന്ന് അങ്ങനെ കാണുമ്പോൾ ചോദിച്ചാൽ എടുത്തറിയില്ല. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് താഴേക്കൊക്കെ അങ്ങനെ ആ ഒരു ലൈറ്റ് കളർ എടുക്കണം എന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ട്രിപ്പും സംഭവങ്ങൾക്കൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നെയിൽസിൻ്റെ പരിപാടിയുണ്ട്, മിത്ത് കുട്ടിയുടെ ഡ്രസ്സ് വാങ്ങണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കിടിലൻ ഡ്രസ്സുകളും കൂടെ കാണിച്ചു തരാം. കാരണം ആമസോണിൽ സെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ സെയിൽ കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ 9th വരെ ആയിരുന്നു സെയിൽ. എന്നാലും ഉണ്ടോ നോക്കൂ, നല്ല കിടിലൻ ഡ്രസ്സുകൾ, ഷോർട്ട് ടോപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ടോപ്പ് ബിബയുടെ നല്ല അടിപൊളി ടോപ്പാട്ടോ. ഇത് സെയിലായിട്ട് നല്ല ലാഭത്തിലും കാര്യങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ. ഇത് നിങ്ങളെല്ലാവരും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു കുട്ടി ടോപ്പാണ്. ഇതിൻ്റെ കൂടെ ഒരു പാൻറ്റ് വെച്ചിട്ട്, പാൻറ്റും ആമസോൺ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല കംഫർട്ടായിട്ടുള്ള ഒരു പാൻറ്റ് കേട്ടോ, ഭയങ്കര സുഖമുള്ള ഒരു പാൻറ്റാണ്. ഒരു ഓഫീസ് വെയർ ടോപ്പ് പോലെ അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കിടിലൻ ടോപ്പാണ് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ കുറേ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് സോൾ സ്റ്റോറിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓവർ സൈസ് ടീഷർട്ടാണ്. ഭയങ്കര കാഷ്വലായിട്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ കൊണ്ടുപോവാണ് നമുക്ക് എപ്പോഴും നല്ലത്. ഇതൊക്കെ ഇങ്ങനത്തെ ഓവർ സൈസ്ഡ് ഇപ്പോൾ ട്രെൻഡിങ് ആവാനുള്ള കാരണം തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. ഇപ്പോൾ കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും സ്ലിം ആയവർക്കും ഒരുപോലെ ചേരും. പിന്നെ അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിബയുടെ തന്നെ ഒരു ഷോർട്ട് കുർത്തി. ഇതും ഒരു ഷോർട്ട് കുർത്തിയാണ്. ഇതും ഓഫീസിലേക്കോ അല്ലെങ്കിൽ നോർമലൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു കളർ കൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂല്, ഫുൾ കോളറല്ല, ഒരു കെട്ടുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇതിൻ്റെ കളറാണ് അടിപൊളി. ഒരു ജീൻസ് വെച്ചിട്ടോ പാൻറ്റ് വെച്ചിട്ടോ പെയർ ചെയ്യാം. അത്ര ഷോർട്ടാണ് കുർത്ത. ഇത് ജെനസൈഡ് ആണ് കേട്ടോ. ഇത് ഫ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉടുപ്പാണ്. കണ്ട താഴെ കണ്ടോ ഈ ഒരു പോലെ ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഒരു ബാക്കിൽ കെട്ടാനും ഉണ്ട്, അതായത് നമുക്ക് വണ്ണം ഒന്ന് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് ടൈ ചെയ്യാനും ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വളരെ കുറച്ചേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാം ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഈ വ്ളോഗിലൂടെ തന്നെ കാണാം. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു 2, 3, 4 ദിവസമൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആയിരിക്കും. എല്ലാം കൂടെ കൂട്ടി കലർത്തി ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഓരോ ദിവസമായിട്ട് ഇടാനുള്ള ആ ഒരു അത്രയൊന്നും എടുത്തിട്ടുമില്ല. ഞാനെല്ലാം കുറച്ചായിട്ടാണ് ഈ ഒരു ഓട്ടത്തിനിടയിൽ എടുത്തത്. എന്നാലും നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ 3ാമത്തെ ദിവസം ഞാനിതേ നമസ്തേ സലൂണിലേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്നു ഇതെൻ്റെ വീടായി മാറിയോ എന്നുള്ള പോലെ. 3 ദിവസം, 1-3 എന്ന് പറയുന്ന പോലെ 3rd ഡേ അടുത്ത പരിപാടിക്ക് ആദ്യമായിട്ടോ ഞാൻ ഇത്രയൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇന്നാണ് എനിക്ക് പെഡിക്യൂറിനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ സർവീസ് അടിപൊളിയാണ്. ഇതിൻ്റെ ബാക്കിൽ കണ്ടോ പെഡിക്യൂറിന് വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ ഒരു മസാജാണ്, ആ സോഫ മസാജറാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മസാജാണ്. എൻ്റെ ഭയങ്കര മണമാണ് കേട്ടോ, നല്ല രസമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറയാറില്ല, ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാത്ത ആളാണ്. എല്ലാ മന്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതുപോലും ഞാൻ ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് തോന്നില്ലേ നമുക്കൊരു സെൽഫ് കെയർ വേണം, അങ്ങനെ ഒരു ഇത് തോന്നും. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് തോന്നുക നമ്മൾ മാത്രമാണ് എല്ലാം ചെയ്യാത്തുള്ളൂ. അത്ര തിരക്കാണ്. പെഡിക്യൂർ ആയിക്കോട്ടെ മാനിക്യൂർ ആയിക്കോട്ടെ എല്ലാത്തിനും ഭയങ്കര തിരക്ക്. ഒരു മുടി വെട്ടാൻ വന്നാൽ പോലും ഭയങ്കര തിരക്ക്. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ മാത്രമാണ് ഇതൊക്കെ ചെയ്യാത്തത്. ഇവിടെ ആണുങ്ങളായാലും വയസ്സായവരാണെങ്കിലും ജെൻസ് ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ട് കേട്ടോ. കളറിങ് ആണ് സാറേ ഇവരുടെ മെയിൻ എന്ന് പറഞ്ഞ പോലെ. എല്ലാവരും എന്താ പറയുക നല്ല ബർഗണ്ടി റെഡ് ഡാർക്ക് കളേഴ്സാണ്. കുട്ടികളൊക്കെ കാണാൻ നല്ല രസമായിട്ട് ചെയ്തപ്പോൾ ഞാനിതൊരു യക്ഷിയായി മാറി. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ വേണ്ട, എനിക്ക് വീട്ടിൽ പണിയൊക്കെ എടുക്കണം. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പണിയൊക്കെ എടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഇവരുടെ നെയിൽ സർവീസും അടിപൊളിയാണ്. അപ്പം ഞാനൊരു വളരെ ലൈറ്റായിട്ടുള്ളൊരു കളറ് എടുത്ത് സെലക്ട് ചെയ്തു. ഇതേ കണ്ടോ ഒരു ബ്ലൂ കളർ എടുത്തു. അതിൽ ചെറുതായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഇപ്രാവശ്യം. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇതേ ഹോളിയാണ്. ഇപ്രാവശ്യം നമുക്ക് ഹോളി മിസ്സാവും, നമ്മൾ ഹോളിയുടെ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു വൈബ് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കുട്ടികളൊക്കെ വാങ്ങി തുടങ്ങി. ഭയങ്കര തിരക്കുമാണ് കേട്ടോ ഇവിടെ ഫുൾ ഇതിൻ്റെ. അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മിത്തുക്കുട്ടിക്ക് വേണ്ടിയിട്ട്, മിത്തുക്കുട്ടി എക്സാം കഴിക്കില്ലേ? യെസ്, ഇനി നാളെ ആർട്ട്. അതൊക്കെ പുഷ്പം പോലെ അല്ലേ, ഓൺലി പുഷ്പം. അപ്പോൾ ഇനി മിത്തുക്കുട്ടിയുടെ ഡ്രസ്സ് നോക്കാൻ, മിത്തുവിന് ഇങ്ങനത്തെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ആവശ്യമുള്ളതൊക്കെ അവിടെ പോയി എടുക്കാം. അല്ല, മെയിനായിട്ടുള്ളത് ഇവിടുന്ന് എടുക്കണം, ബാക്കിയുള്ളത് അവിടെ പോയിട്ട് എടുക്കാം. നമുക്ക് പോവാനുള്ളതും അല്ലേ. അപ്പോൾ മിത്തു പറഞ്ഞ് എനിക്ക് എൻ്റെ എക്സാം കഴിയാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഫുള്ള് മിത്തുവിനുള്ളതാണ്. കൂട്ടത്തിൽ എനിക്ക് നോക്കും. പിന്നെ രംഷേട്ടനൊന്നും വേണ്ടേ? രംഷേട്ടനുള്ളതും ഞാൻ നോക്കും. രംഷേട്ടൻ ഒന്നും വേണ്ട, ഞാൻ ഉള്ളതിടാന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലുള്ളതെന്ന് നോക്കണം. എങ്ങനെയുണ്ട്? ഒന്നും പറയില്ല കേട്ടോ, ഒന്നും പറയാല്ല. എന്താണിത് അല്ലേ? കുറേ കാലമായില്ലേ നമ്മൾ ഒരു ട്രിപ്പൊക്കെ പോയിട്ട്. അങ്ങനെ നമ്മൾ എക്സൈറ്റഡ് ട്രിപ്പാണ് പോകുന്നത്. അപ്പം ഞാനും ഇത് കാര്യമായിട്ടുണ്ട് അല്ലേ. ഞാൻ വിചാരിച്ചു വീട്ടിലെ ചുമരിൻ്റെ അതിന് മാച്ചായിട്ട് അടിച്ചതാണിത്. പിന്നീട് മനസ്സിലായത് ഇതിലെല്ലാം ഒരു ക്ലൂ ഉണ്ട്. ഓക്കെ. അങ്ങനെ മിത്തുക്കുട്ടിയുടെ ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ സൂഡിയോയിലാണ് കേട്ടോ വന്നത്. ഞാനും മിത്തുക്കുട്ടിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും അടിയാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണെന്ന് പറയും. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നാൽ ഞങ്ങൾ രണ്ടുപേരുടെയും അടി കണ്ടിട്ട് രംഷേട്ടൻ അവിടെ നിന്ന് പോകും. എൻ്റെ അടുത്ത് പറയും അയ്യോ നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അടക്കം നാണം കേടാവും എന്നുള്ളത്. കാരണം ഞാൻ പറയുന്ന ഡ്രസ്സ് മിത്തു പറയുന്ന ഡ്രസ്സ് എനിക്കും ഇഷ്ടമില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അടിച്ച് പിരിഞ്ച് എപ്പോഴും 2 സ്ഥലത്തേക്ക് പോകും. അവൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തോളാൻ പറയും. എന്നിട്ട് ട്രയൽ റൂമിൽ എത്തിയിട്ട് എന്താ വെച്ചിട്ടിട്ട് പിന്നെ അവസാനം സോർട്ട് ഔട്ട് ചെയ്യുന്നത് ഞാനാണ്. അത് സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് തോന്നും കണ്ടോ ഇവിടെ വന്നടി നടക്കണേ. അപ്പോൾ അവൾക്ക് തോന്നും ഇത് ശരിയായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പൈസ നമ്മുടെ ആണല്ലോ പോണത്. അപ്പോൾ അതുകൊണ്ട് അവസാനം അവൾ എൻ്റെ അടുത്തൊരു സമാധാനത്തിന് സമ്മതം ചോദിച്ചിട്ടാണ് പിന്നെ എടുക്കുക. പക്ഷേ അവളുടെ ഇഷ്ടം തന്നെയാണ് കേട്ടോ അവസാനം എടുക്കുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും അതിൽ ഇടപെടാറില്ല. പണ്ടൊക്കെ ഞാൻ ഇടപെട്ടിരുന്നു, ഇപ്പം ഞാൻ ചെയ്യാറില്ല. രംഷേട്ടൻ പാവം കുറച്ച് ബർമൂടിയും ഷർട്ടൊക്കെ ഞാൻ നിർബന്ധിച്ച് വാങ്ങിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് വാങ്ങുകയാണ്. കാരണം ഞാൻ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള എന്താണെങ്കിലും ഞാനത് വാങ്ങിക്കും. അപ്പോൾ രംഷേട്ടൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ വാങ്ങിക്കോളാം എന്നുള്ളത്. മുപ്പർക്ക് മിത്തുവിൻ്റെ ആ ഒരു ഇതാണ്. അതായത് എല്ലാം അങ്ങനെ ഇടില്ല, കംഫർട്ട് കുറേ കാര്യങ്ങൾ നോക്കും, അത് അങ്ങനെ ഇടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രസ്സായാലും ഒക്കെ സെലക്ട് ചെയ്യാൻ. മിത്തു അങ്ങനെ തന്നെ കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ. മിത്തുവിന് കുറേ ഇഷ്ടങ്ങളുണ്ട്, അതൊക്കെ നോക്കിയിട്ട് മിത്തു എടുക്കുള്ളൂ. ഞാൻ പിന്നെ
ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് എനിക്ക് ഡ്രസ്സ്. എനിക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ സെലക്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ലതാവാറുണ്ട് എന്നുള്ളത് ഇവർ സമ്മതിച്ച് തരുന്ന കാര്യമാണ്. എനിക്ക് പെട്ടെന്ന് സെലക്ഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മിത്തുക്കുട്ടി ഏതൊക്കെയോ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി എടുക്കുന്നുണ്ട്. കുറേ സമ്മർ ഡ്രസ്സുകളാണ് കൂടുതൽ, ചൂടല്ല എപ്പോഴും. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ട്രയൽ റൂമിൽ പോയി കഴിഞ്ഞിട്ട് ഓരോന്നും നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ഭയങ്കര പണി കേട്ടോ. എനിക്ക് ഏകദേശം ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അധികം നേരമൊന്നും ഇല്ലയെന്ന് തോന്നും. പക്ഷേ ഒരു 3-4 മണിക്കൂർ നടന്നാലാണ് ഒരു 3-4 ഡ്രസ്സ് കിട്ടുക. അതിലാണെങ്കിൽ 2 ഇഷ്ടമാവില്ല, കംഫർട്ടാവില്ല, കുത്തലാവും. നമുക്കിങ്ങനെ പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. പക്ഷെ കുറേ നല്ല ഡ്രസ്സുകളൊക്കെ എടുത്ത് ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാനും ഈ പറഞ്ഞ പോലെ കുറേ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ബാഗൊന്നും കിട്ടില്ല. ഈ ഒരു ചെരുപ്പ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ മിത്തു സ്ഥിരമായിട്ട് ഒരു ചെരുപ്പുണ്ട്, അത് ഇട്ടിട്ട് 50 പറയില്ലേ, 100-300 രൂപയുള്ളൂ. അത് പിന്നെയും വാങ്ങിയിട്ടുണ്ട്. ഇത് എന്താ എയർപോർട്ട് ഡ്രസ്സ്, അങ്ങനത്തെ ഡ്രസ്സ്, ഇങ്ങനത്തെ ഡ്രസ്സ്, കോട്ട് സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെയോ ഒന്ന് അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്കുള്ള ഡ്രസ്സുകളൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ എടുത്ത ഡ്രസ്സൊക്കെ തിരിച്ചു അതുപോലെയൊക്കെ തന്നെ അങ്ങോട്ട് തന്നെ ഇട്ടു. കാരണം എനിക്ക് ഓൾറെഡി ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇനിയിപ്പോൾ ഇത് വാങ്ങണ്ട എന്ന് വിചാരിച്ചു. എൻ്റെ ചെരുപ്പും എല്ലാ സംഭവങ്ങളും ഞാൻ ഓൾറെഡി സെറ്റാക്കിയതാണ്. പിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എടുത്ത 2-3 ഉണ്ടായിരുന്നു, തിരിച്ചതുപോലെ തന്നെ അങ്ങോട്ട് വെച്ചു. കാരണം അത്ര ഭംഗിയുള്ള കുറേ ഡ്രസ്സ് കണ്ടു കേട്ടോ. പക്ഷേ എടുത്തു വെച്ചു. ഞാൻ കണ്ടുപോയിരിക്കുന്നത് ആകെ എൻ്റെ മേലാണ് എല്ലാ സാധനങ്ങളും. ഇത് ഷൂ ഇടാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് ഉള്ളൊരു ചെറിയ സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഇരുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ബാക്കിൽ ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. അവർക്ക് ഷൂ നോക്കാൻ പറ്റില്ല, കാരണം എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. 3 മണിക്കൂർ നിന്നിട്ട് എൻ്റെ ഊരൊക്കെ വേദനിച്ച് എനിക്ക് വയ്യാതെ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കുക, നിങ്ങളതൊക്കെ ഓരോന്നും നോക്കി പെറുക്കി തായോ എന്നുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ കുറേ സെലക്ട് ചെയ്തു. ഇത് വാങ്ങിയതെന്ന് ഒരു 4-5 നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചങ്ങോട്ട് തന്നെ ഇട്ട് ഏറ്റവും നല്ല അവൾക്ക് ഏറ്റവും ഭംഗിയുള്ളതും ബെസ്റ്റായിട്ടുള്ള കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് അപ്പോഴേക്കും ഷൂ ഇടാൻ വന്ന സ്ത്രീക്ക് ഹാലിളക്കി എൻ്റെ തെറി വിളിച്ചില്ല എന്നുള്ള അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ കാരണം എനിക്ക് എണീക്കാൻ വയ്യായിരുന്നു, അതായിരുന്നു അവസ്ഥ. സ്റ്റുഡിയോയിൽ ഒരു സീറ്റും കൂടെ അവർ അറേഞ്ച് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ക്യൂ നിൽക്കാൻ തന്നെ വേണം കുറേ നേരം. ട്രയൽ റൂം ഫുള്ളായിരുന്നു. പിന്നെ ഇപ്പോൾ ഹോളിയും സംഭവങ്ങളൊക്കെ അല്ലേ, പിന്നെ എല്ലാവരും സമ്മർ വെക്കേഷനൊക്കെ പോകും. കാരണം ഇവിടെ 2 വീക്സ് മാർച്ചിൽ എക്സാം കഴിഞ്ഞാൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഏപ്രിൽ 1 മന്ത് ക്ലാസ്, അത് കഴിഞ്ഞിട്ട് മെയ്യിൽ 1 മാസം അങ്ങനെയുള്ളൂ. അല്ലാതെ 2 മന്ത്സ് കണ്ടിന്യൂസ് ഇല്ല. മാർച്ച് ഒരു 10-ാം തീയതി 13-ാം തീയതി ആയിട്ട് ഇവിടുത്തെ കുട്ടികളുടെ ക്ലാസ് കഴിയും. പിന്നെ ഒരു 15 ദിവസത്തോളം ലീവ് തരും. പിന്നെ ഏപ്രിൽ 1 മന്ത് അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അടുത്ത അക്കാഡമിക്ക് തുടങ്ങുക ഏപ്രിൽ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുവിധം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്രാവശ്യം എല്ലാം നല്ല കിടിലൻ ഡ്രസ്സുകളൊക്കെയാണ്. രംഷേട്ടൻ പറയുന്നുണ്ട് ഡംബിൾസ് എടുക്കുന്നതിന് പകരം ഇത് 2 എടുക്കാം, അത്രയ്ക്കും വെയിറ്റ് ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഡംബിൾസായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല ക്യൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് രംഷേട്ടൻ്റെയും ഒന്ന് മിത്തുവിൻ്റെയും സംഭവങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ ആ നേരം കൊണ്ടാക്കി നിൽക്കുന്ന നേരം കൊണ്ട് ഞാൻ പിന്നെ ഓടിപ്പോയി ഡ്രസ്സുകളൊക്കെ നോക്കി. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ അല്ലേ, വളരെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഷ്രഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചോദിച്ചു എന്ത് ചെയ്യും വാങ്ങിയിട്ടെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ വെച്ചു. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള പ്ലാസോസ്, നല്ല സ്പ്രിങ് വൈബ് തരുന്ന പ്ലാസോസ് പാൻറ്റുകളൊക്കെ നല്ലോണം ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇതിന് അതൊന്നും മാച്ച് ആവാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ വാങ്ങി ഇതിനൊരു ടോപ്പ് അന്വേഷിച്ച് നടക്കണം. ഹോളിയൊക്കെ ലുക്ക് വരുന്ന പാൻറ്റുകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീട്ടിൽ നല്ല അത്യാവശ്യം പുറത്തൊക്കെ ഇട്ട് നടക്കാൻ പറ്റുന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയത്. ഇവിടെ വൻ പാക്കിങ്. ആ ഒരു ചിരിയിൽ തന്നെ എല്ലാതും മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മിത്തുക്കുട്ടി ആൻഡ് രമേശേട്ടൻ്റെ ഷോപ്പിംഗ് ആണ് എൻ്റെ 2 കയ്യിലും ഇരിക്കുന്നത്. മിത്തു ഹാപ്പി? എല്ലാം മിത്തു ഞാനും കൂടെ കഷ്ടപ്പെട്ട്. രമേശേട്ടൻ്റെ സത്യം പറഞ്ഞാൽ ഒന്നും കാര്യമായിട്ട് കണ്ടില്ല. രമേശേട്ടൻ ഓരോന്ന് സെലക്ട് ചെയ്ത് ഇത് നല്ലതാണോ ചോദിച്ചു. തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞാൽ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു രമേശേട്ടൻ്റെ ഷോപ്പിംഗ്? വളരെ യെസ്. അപ്പോൾ മിത്തുവിൻ്റെ എല്ലാ ഡ്രസ്സും എൻ്റെ പിന്നെ ഞാൻ എല്ലാതും ഓൺലൈനിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാൻ ഒരു മാസം മുന്നേ ഇങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയാം ലാസ്റ്റ് മൊമെൻറ്റിൽ ഇഷ്ടമായില്ലെങ്കിലോ ഒന്നും സംഭവിക്കില്ല. മിത്തുവിന് എന്താ വെച്ചാൽ ഇട്ട് നോക്കി കറക്റ്റായി ട്രയൽ റൂമിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സ് മാത്രമേ മിത്തു യൂസ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ വാങ്ങിക്കൊണ്ടായാലും മിത്തു ഇത് യൂസ് ചെയ്യില്ല. അപ്പോൾ പിന്നെ മിത്തുവിൻ്റെ കംഫർട്ടാണ് പ്രധാനം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലേറ്റ് ആയത്. നമ്മൾ നാളെ രാത്രി പോവായി. ഇനി ഇത് മുഴുവനെ പാക്ക് ചെയ്യണം. എന്തൊക്കെയുണ്ട് ഇനി മിത്തുവിന് കുറച്ച് വേറെ പരിപാടിയൊക്കെ ഉണ്ട്. അത്ര മുടിയൊക്കെ ടീൻസ് അല്ലേ, നമ്മളിപ്പോൾ കുഞ്ഞുകുട്ടം പോലെ. ഞാനാണെങ്കിൽ ഇപ്പോഴും യൂണിക്കോണും അമ്മ ഞാൻ എൻ്റെ വയസ്സമ്മയ്ക്കൊന്ന് മനസ്സിലാക്കൂ. ഞാനിപ്പോഴും നിൻ്റെ കയ്യിൽ ആ യൂണിക്കോൺ അല്ലേ, നിൻ്റെ കയ്യിൽ ആ ബെസ്റ്റ് ഫ്രണ്ട്സ് എഴുതിയ ടീഷർട്ടില്ല. അപ്പോൾ അവൾ പറയുന്നത് അമ്മ ഇത് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ വാങ്ങി തന്ന കുട്ടി സാധനങ്ങളാണ്, എൻ്റെ പ്രായം അമ്മ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ട്. നമുക്കിപ്പോഴും കുട്ടികളായ കാരണം ഞാൻ ഈ പിങ്കും പോപ്പും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് ഇപ്പോഴും എൻ്റെ കണ്ണിൽ. മിത്തൊക്കെ വളരെ മാറിപ്പോയി. മിത്തുവിനൊക്കെ
വൻ ഡ്രസ്സുകളൊക്കെയാണ് ഇഷ്ടം എന്നുള്ളതാണ് അല്ലേ? യെസ്. അപ്പം നമുക്ക് അയ്യോ തളർന്ന് രമേശേട്ട തളർന്ന് രമേശേട്ട ബില്ല് കണ്ട് തളർന്നു. രമേശേട്ട ഇനി നോ ഷോപ്പിംഗ് പോണ സ്ഥലത്ത് പോണ്ട സ്ഥലത്തേക്ക് എത്തിയില്ലേ, ഇവിടുന്നുള്ള ഷോപ്പിംഗ് ആണിത്. പോണ്ട സ്ഥലത്തേക്ക് ഒന്നും ഇടാതെ പോകാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷെ നല്ല സമ്മർ കളക്ഷൻ വന്നിട്ടുണ്ട് ഈ സ്റ്റുഡിയോയിൽ കേട്ടോ. അടിപൊളി റേറ്റും ഈ പോണ സ്ഥലമൊക്കെ നല്ല മുടിങ്ങിയ റേറ്റ് ആവും ചിലപ്പോൾ ഷോപ്പിംഗ്, അറിയില്ല. പക്ഷെ എന്തായാലും സ്റ്റുഡിയോയിൽ നല്ല ലാഭമാണ്. നല്ല വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട്. സമ്മർ കളക്ഷൻസ് ഒക്കെ അടിപൊളി വന്നിട്ടുണ്ട്. അതായത് സുഖമുള്ള കുറേ ഡ്രസ്സുകളൊക്കെ ഇല്ലേ, സുഖമായിട്ട് ഇടുന്ന സമ്മർ കളക്ഷൻസ് നല്ലത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. അയ്യോ ഞാൻ ഉച്ചയ്ക്ക് ഇത്തിരി ചപ്പാത്തി 2 കഴിച്ച് ഇറങ്ങിയത്, വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഡിമാർട്ട് പോവാണ്ട് അല്ലറ ചില്ലറ കച്ചറ കിച്ചറ സാധനങ്ങൾ പോകാനുള്ളത് വാങ്ങാൻ. അങ്ങനെ സ്റ്റുഡിയോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഡിമാർട്ടിൽ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായയും ഒരു കുക്കീസും കഴിക്കുന്ന രമേശേട്ടൻ വന്നില്ല. രമേശേട്ടൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഞാൻ വീട്ടിൽ പോവുകയാണ്. കാരണം രമേശേട്ടൻ വെറുതെ കുറേ നേരം നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും എത്തുകുട്ടിക്കുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പുറത്തുനിന്ന് ഒരു കുഞ്ഞ് ചായയും കുക്കീസും കൂടെ കഴിച്ചിട്ട് ഡിമാർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. കുറച്ച് വാട്ടർമെലൻ കഴിക്കുകയാണ്. കാരണം ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോയി. ഭയങ്കര ചൂടും അല്ല, ഫുൾ എ സിയിലായിരുന്നു ഇരുന്നിരുന്നത് അവിടെയൊക്കെ. എങ്കിലും ഭയങ്കര വെള്ളം കുടിക്കാതെ എല്ലാം കൂടെ ആയിട്ട് ആകെ സ്റ്റുഡിയോ പോയിട്ടാണ് ശരിക്കും ടയേർഡായത്. നമ്മൾ സലൂണിലൊക്കെ വെച്ച് സുഖമായിരുന്ന ഓരോന്ന് ചെയ്യല്ലേ. സ്റ്റുഡിയോയിൽ മിത്തുവിന് വേണ്ടി നടന്ന് ട്രയൽ നോക്കി വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കര തിരക്ക്. പിന്നെ ഒരു ഡ്രസ്സ് നോക്കണമെങ്കിൽ അരമണിക്കൂർ നിൽക്കണം എന്നുള്ള അവസ്ഥ. ഉച്ചയ്ക്ക് എത്തിയോണ്ട് ഞങ്ങൾ വേഗം ആദ്യത്തേക്ക് നോക്കി. അങ്ങനെ ഇതേ എത്തി. ഞാൻ കുറച്ച് വാട്ടർമെലൻ കഴിച്ച് ദാഹം മാറ്റാണ്. അപ്പോൾ നല്ല സുഖം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ അതേ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിതൊരു വേറെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഡ്രസ്സും ഞാൻ വാങ്ങിയതൊക്കെ ഓൺലൈനിലാണ്, പക്ഷെ പല സൈറ്റിൽ നിന്നായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾക്കും കൂടെ ഉപകാരം ആവുമല്ലോ എന്ന് എനിക്ക് തോന്നി. കുറച്ച് നല്ല കളക്ഷൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പാക്ക് ചെയ്യണം. പാക്കിങ് നാളെ ഉള്ളൂ. ഇന്നിപ്പോൾ സമയമില്ല, വയ്യെന്ന്. അപ്പം മിത്തുൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും രമേശേട്ടൻ്റെ ഡ്രസ്സും വേണമെങ്കിൽ എന്താണ് കാണിക്കണ്ടേ? ആകെ 2-3 ഷർട്ട്, 2 ഷർട്ടും 2 പെർവോഡ് എടുത്തിട്ടുണ്ട്. അതല്ലേ കാണിക്കാനുള്ളൂ. അപ്പം ഞങ്ങളുടെ ഷോപ്പിംഗ് വ്ളോഗ് പുറത്തേക്ക്, നമ്മുടെ ട്രിപ്പിനുള്ള ഷോപ്പിംഗ് വ്ളോഗ്, അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എൻ്റെ ഡ്രസ്സായിരിക്കും. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ മിത്തുൻ്റെയും കിട്ടും. കാരണം സ്റ്റുഡിയോ അല്ലേ, സ്റ്റുഡിയോ എല്ലായിടത്തും ഓൾമോസ്റ്റ് ഒരേപോലത്തെ ആയിരിക്കും വരിക. അപ്പോൾ സമ്മറിൻ്റെ കളക്ഷൻസ് എല്ലാം എടുത്ത്, അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഒന്നെങ്കിൽ പോകുന്നതിന് മുന്നേ ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടുമെങ്കിൽ നാളെ നമ്മൾ പോകും. നമ്മുടെ പാക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് സമയം കിട്ടും. അതാണ് ഒരു സംശയം. ഒന്നും എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പോലും അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ. സാധാരണ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരാഴ്ച മുന്നേ പാക്ക് ചെയ്യുന്ന ആളാണ്. ഒരാഴ്ച മുന്നേ എല്ലാം എടുത്ത് വെക്കും. ഇതിപ്പോൾ മിത്തുൻ്റെ എക്സാം ആയ കാരണം എവിടെയും പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അതാണ്. മിത്തുൻ്റെ എക്സാമാണ് മെയിൻ. ഷോപ്പിങ്ങും ഒന്നും പറ്റാതിരുന്നുകൊണ്ട് എല്ലാം ലേറ്റായി പോയി. ഞാനും എല്ലാം ഓൺലൈനിൽ തന്നെ വാങ്ങാനുള്ള മെയിൻ കാരണം അതായിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ ലാസ്റ്റ് മൊമെൻ്റ് വരെ വെച്ച് അവസാനിക്കുമ്പോഴേക്കും കുറച്ച് ടഫ് അല്ലാത്ത എക്സാംസ് ആയിരുന്നു. ഇനിയിപ്പോൾ നാളെ ഞാൻ പറഞ്ഞ പോലെ ആർട്ടാണ്. അപ്പോൾ അതാണ് ഒരു കാര്യം. അതുകൊണ്ട് നാളെ ആർട്ട് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വന്നാൽ രാത്രിയാകുമ്പോൾ അല്ലേ, ലേറ്റ് നൈറ്റിലാണ് നമ്മൾ പോവും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പാക്ക് ചെയ്യണം. അതിന് മുന്നേ ഞാൻ അതിൻ്റെ ഇടയിലൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാൻ സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ എടുത്തിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇരുന്നിട്ടുള്ള മെയിൻ പരിപാടി എഡിറ്റിംഗ് ആണ് കേട്ടോ. ഒരു ഇൻഫ്ലുവൻസറുടെ ദീനരോധനമല്ല, ജോലി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു 8 ദിവസത്തെ ട്രിപ്പാണല്ലോ പ്ലാൻ ചെയ്യുന്നത്. 8 ദിവസം നമ്മുടെ ചാനലിലൊന്നും വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 2-3 ലോങ് വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്യണമെങ്കിൽ അത് ആദ്യം എഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് എന്തായാലും പാക്കിങ് നടക്കില്ല. നാളെ പോവുകയാണെങ്കിൽ നാളെ തന്നെ പാക്കിങ് നടക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇന്നൊരു നമുക്ക് കുറേ ചാനലും ഉണ്ടല്ലോ. രാവിലെ പറഞ്ഞ പോലെ നമ്മൾ ഷോപ്പ് വിത്ത് സ്വപ്നയുടെ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റയും. അത് പിന്നെ 3 ഒരു വീഡിയോ ആണെങ്കിൽ പോലും 3 എണ്ണത്തിലായിട്ട് തന്നെ സ്കെഡ്യൂൾ ചെയ്ത് വെക്കണം. അത് ഒരാഴ്ചക്കുള്ളത് കണ്ടിന്യൂസ് ചെയ്യണം. കാരണം ഡെയിലി ഇട്ടിരുന്ന വീഡിയോ ആണ്, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കൊരു ഇതാവുന്നവരെ ഡെയിലി വീഡിയോ ഇടണം. അപ്പോൾ അതിനുള്ളത് ഷൂട്ടും ചെയ്യണം. ഇനി ഒരു 6-7 വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട് ഇന്നും നാളെയും. പിന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരാഴ്ചക്കുള്ളിൽ അത് സ്കെഡ്യൂൾ ചെയ്ത് വെക്കണം. പിന്നെ ഐ ആം സ്വപ്ന രമേഷ് നമ്മുടെ ഇൻസ്റ്റാ പേജ്, അത് 8-10 ദിവസമൊക്കെ വീഡിയോ ഇടാതിരുന്നാൽ ശരിയാവില്ല. അത് നമ്മൾ എന്നും ഡെയിലി വീഡിയോ ഇടുന്നതാണ്.
അത് നന്നായി റെസ്പോണ്ടിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു 3 വീഡിയോ എങ്കിലും കറങ്ങാനായിരുന്നു ഷൂട്ട് ചെയ്തിട്ടില്ല. ഒരു 3-4 വീഡിയോ എങ്കിലും നമുക്ക് ഇടേണ്ട അടുത്ത ആഴ്ച വരെ. പിന്നെ സ്വപ്നാസ് വണ്ടർലാൻഡൊക്കെ ഇപ്പോൾ 8 ദിവസമൊക്കെ നമ്മൾ ഷോർട്സ് ഇടാതിരുന്നാൽ പിന്നെ ഞാൻ അവിടെ പോകുമ്പോൾ ഷോർട്സ് അപ്പോൾ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. വണ്ടർലാൻഡിൽ, അത് വണ്ടർലാൻഡിൽ മാത്രമേ നടക്കുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ടൈപ്പ് സംഭവങ്ങളായതുകൊണ്ട് അത് ഒക്കെ ഇവിടുന്ന് തന്നെ ഷൂട്ട് ചെയ്ത് തീർക്കണം. പിന്നെ വണ്ടർലാൻഡിലേക്ക് ഒരു 2 ലോങ് വീഡിയോ എങ്കിലും വേണ്ടേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ രാത്രി ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യേണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടർലാൻഡിലേക്കുള്ള ഒരു 2 വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇതൊക്കെ ഫേസ്ബുക്കിലും കാരണം നമ്മുടെ ഫേസ്ബുക്ക് അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് പോകുന്നതാണ്. സ്വപ്നാസ് വണ്ടർലാൻഡ് ഫേസ്ബുക്ക് അത്യാവശ്യം നല്ല ഫോളോവേഴ്സും നല്ല വ്യൂസൊക്കെ ഉള്ളൊരു ഫേസ്ബുക്ക് പേജാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാം ഇന്നൊരു രാത്രി കൊണ്ട് ഇന്ന് രാത്രിയല്ല, നാളത്തെ വീഡിയോ നാളെ രാത്രി എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ പോകുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അടുത്ത ആഴ്ച അത് ഇടാനുള്ള വീഡിയോ ആണ്. അപ്പോൾ നാളെ രാത്രി അത് എഡിറ്റ് ചെയ്യാതെ എയർപോർട്ടിൽ പോകാൻ പറ്റില്ല. പിന്നെയുള്ള ഷോർട്സുകളാണ്. ഷോർട്സ് എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. വണ്ടർലാൻഡിലേക്കുള്ള ഷോർട്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഷോപ്പ് വിത്ത് സ്വപ്ന, അത് മെയിനായിട്ട് നമ്മളൊരു ഷോപ്പ് നമ്മുടെ ഉള്ള കുറേ നല്ല പ്രോഡക്റ്റുകൾ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടായ കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ ഷോപ്പ് വിത്ത് സ്വപ്നയും ഫേസ്ബുക്കുള്ളവർ ഫേസ്ബുക്കും നോക്കാം ഷോപ്പ് വിത്ത് സ്വപ്ന. അതല്ലെങ്കിൽ ഇൻസ്റ്റ ഇല്ലാത്തവർ ഇൻസ്റ്റാഗ്രാം ഒന്ന് ജോയിൻ ചെയ്താലും ഷോപ്പ് വിത്ത് സ്വപ്നയും ഐ ആം സ്വപ്ന രമേഷും കാണാം. ഐ ആം സ്വപ്ന രമേഷും നമ്മുടെ പേഴ്സണൽ വണ്ടർലാൻഡ് പോലത്തെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ ഷോപ്പ് വിത്ത് സ്വപ്ന ഒരു കംപ്ലീറ്റ് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള എല്ലാവർക്കും പ്രോഡക്റ്റുകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാൻ ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങണുള്ളൂ എഡിറ്റിങ്. ഈ വീഡിയോ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ വഴിയെ എവിടെയാണ് എന്താണ് ട്രിപ്പ് എല്ലാം നമ്മൾ വെയിറ്റിംഗ്. ഇൻസ്റ്റ ഉള്ളവർക്ക് ചിലപ്പോൾ ഐ ആം സ്വപ്ന രമേഷ് ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അപ്ഡേറ്റ്സ് വേഗം കിട്ടും. കാരണം അതിലെന്താ വെച്ചാൽ സ്റ്റോറി ഇട്ടിട്ട് അപ്ഡേറ്റുകൾ നമ്മൾ വേഗം കൊടുക്കുമല്ലോ. യൂട്യൂബിലാകുമ്പോൾ അത് എഡിറ്റ് ചെയ്യണം. ഈ ലാപ്ടോപ്പ് തുറന്ന് വെച്ച് നമ്മൾ സ്ഥലം കാണാൻ പോകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സ്ഥലം കാണലൊക്കെ ഫുൾ ഡേ എന്ന് പറഞ്ഞ പോലെയുള്ള പരിപാടി ആയതുകൊണ്ട് അറിയില്ല. പിന്നെ രമേശേട്ടൻ കനിയണമെന്ന് രമേശേട്ടൻ കൊറിയയിലൊക്കെ പോയപ്പോൾ രാത്രി ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഉറക്കമൊഴിച്ചിരുന്നിട്ടാണ് കൊറിയയിലും കാശ്മീരൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്തത്. ഇപ്രാവശ്യം ഞാനത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഇതെടുത്ത് ഉറക്കം പോലും ഇല്ലാതെ അങ്ങനെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യണ്ട, നമുക്ക് മെല്ലെ 8 ദിവസം പോയി വന്നിട്ട് സമാധാനമായിട്ട് ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേൾക്കില്ലെന്ന് അറിയില്ല അല്ലേ, അങ്ങനെയാണോ എന്നൊക്കെ അറിയില്ല. അപ്പോൾ എന്തായാലും തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കും. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇതിങ്ങനെ കാണിക്കല്ല കേട്ടോ, ഇതിങ്ങനെ കഥകളിയാണോ അതോ നീ കഥാപ്രസംഗമാണോ നടത്തുന്നത്? ഇതൊരു ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഒരു സമാധാനം ഇല്ലേ. എന്താ പറയുക, ഇത്ര കാലം ഇത് ഓരോന്നിങ്ങനെ നോക്കി നടക്കും, പൈസ കൊടുത്ത് ജയിക്കണല്ലേ. അപ്പം ഞാൻ അങ്ങനെ ഓരോന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്നാമത് ഇത് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇത് ഓക്കെയാണ് കേട്ടോ. ഇത്ര ഇതുള്ള നെയിൽസ് ഡാർക്ക് കളറല്ലല്ലോ, വളരെ ലൈറ്റ് കളറല്ലേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് സ്പൂണായിട്ട് കഴിക്കണം. മഞ്ഞളൊക്കെ ആകുമ്പോൾ കുറച്ച് കാണുന്നുണ്ട്, അതൊരു അബദ്ധമാണ് എന്ന് എനിക്ക് തോന്നി. ഞാൻ ഇതുവരെ ഫേക്ക് നെയിൽസ് വെച്ചതൊക്കെ ഡാർക്ക് കളേഴ്സായിരുന്നു എനിക്ക്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വളരെ ലൈറ്റ് ഷെയ്ഡ് എടുത്ത കാരണം അതിലിങ്ങനെ കറികളുടെയൊക്കെ സ്പൂണായിട്ടല്ലല്ലോ കൈയായിട്ടല്ലേ കഴിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. നോക്കട്ടെ എന്തൊക്കെയാണ് പരിപാടിയെന്ന്. അപ്പോൾ അതൊന്നും നോക്കാൻ സമയമില്ല. തൽക്കാലം നമുക്ക് ഈ വക പരിപാടികളൊക്കെ ആദ്യം തീർക്കട്ടെ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ ഒരാൾ ഇരുന്നിട്ട് നാളത്തെ എക്സാമിനുള്ള പ്രിപ്പറേഷനിലാണ്. എക്സാമൊക്കെ കഴിഞ്ഞ പോലത്തെ ഒരു കാണിക്കലാണ്, നാളത്തെ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട്. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബൈ.